നമസ്കാരം. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നോക്കാം. സംസ്ഥാനത്ത് നിലവിൽ നൽകുന്ന 1600 രൂപ ക്ഷേമ പെൻഷൻ ഉയർത്തില്ല എന്ന് മന്ത്രി പറഞ്ഞു. കുടിശ്ശിക ഇനത്തിൽ കൊടുത്തു തീർക്കാനുള്ള പെൻഷൻ തുക അടുത്ത സാമ്പത്തിക വർഷം മുതൽ കൊടുത്തു തീർക്കും. രണ്ടാം പിണറായി സർക്കാർ ചുമതലയേറ്റ ശേഷമുള്ള മൂന്നാമത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. സംസ്ഥാന ബജറ്റിൽ കലാ സാംസ്കാരിക മേഖലയ്ക്ക് 170 കോടി 49 ലക്ഷം രൂപ വകയിരുത്തി. ചലച്ചിത്ര അക്കാദമിക്ക് 14 കോടി രൂപയും കായിക മേഖലയ്ക്ക് 127.39 കോടി രൂപയും അനുവദിച്ചു. കൊച്ചിയിൽ മ്യൂസിയം കൾച്ചറൽ സെന്റർ സ്ഥാപിക്കാൻ 5 കോടി രൂപ വകയിരുത്തി. AKGയുടെ മ്യൂസിയം നിർമ്മാണത്തിന് 3.25 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. കായിക മേഖലയിലും സ്വകാര്യ പങ്കാളിത്തം. പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കിന് 7 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. കൊച്ചിയിൽ മ്യൂസിയം കൾച്ചറൽ സെന്റർ സ്ഥാപിക്കാൻ 5 കോടി രൂപ. മ്യൂസിയം നവീകരണത്തിന് 9 കോടി രൂപ. തിരുവനന്തപുരം തൃശൂർ മൃഗശാലകളുടെ നവീകരണത്തിന് 7.5 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. KSRTCക്ക് പുതിയ ഡീസൽ ബസ്സുകൾ വാങ്ങാൻ 92 കോടി രൂപ വകയിരുത്തി. സംസ്ഥാനത്ത് ആകമാനം 2000 വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ കൂടി ഉണ്ടാകും. ബജറ്റിൽ ഇതിനായി 25 കോടി രൂപ വകയിരുത്തി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീകരണത്തിന് മാസ്റ്റർ പ്ലാനും ബജറ്റിൽ പ്രഖ്യാപിച്ചു. സംസ്ഥാന ബജറ്റിൽ പോലീസ് സേനയ്ക്ക് ആകെ 150 കോടി 26 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പോലീസ് സേനയുടെ നവീകരണത്തിന് 12 കോടി രൂപ, ജയിൽ വകുപ്പിന് 14.5 കോടി രൂപ, ലഹരി വിരുദ്ധ ക്യാമ്പയിനായ വിമുക്തിക്ക് 9.5 കോടി രൂപയും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് 6 കോടി രൂപയും വകയിരുത്തി. എക്സൈസ് വകുപ്പിന്റെ ആധുനികവൽക്കരണത്തിന് 9 കോടി 20 ലക്ഷം രൂപ, വിജിലൻസിന് 5 കോടി, റവന്യൂ വകുപ്പിന്റെ നവീകരണത്തിന് 26.5 കോടി, സർക്കാർ പ്രസ്സുകൾക്ക് 5 കോടി 20 ലക്ഷം രൂപ, സപ്ലൈകോ ഔട്ട്ലെറ്റ് നവീകരണത്തിന് 10 കോടി രൂപ, മുന്നാക്ക വികസന കോർപ്പറേഷന് 35 കോടി രൂപയും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി 17 കോടി രൂപയും വകയിരുത്തി. നീതിന്യായ വകുപ്പിന് ആകെ 44 കോടി 14 ലക്ഷം രൂപ അനുവദിച്ചു. ഹൈക്കോടതികളും കീഴ്ക്കോടതികളും നവീകരിക്കാനും കൂടുതൽ സുരക്ഷ ഒരുക്കാനുമായി 3 കോടി 30 ലക്ഷം രൂപ. കളമശ്ശേരിയിൽ ഒരു ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാനും തീരുമാനിച്ചു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ മഴവില്ല് പദ്ധതിക്ക് 5 കോടി, നിർഭയ പദ്ധതിക്ക് 10 കോടി, സ്ത്രീ സുരക്ഷയ്ക്ക് 10 കോടി രൂപയും അംഗൻവാടി ജീവനക്കാർക്കുള്ള പുതിയ ഇൻഷുറൻസ് പദ്ധതിക്ക് 1 കോടി 20 ലക്ഷം രൂപയും. ആരോഗ്യ മേഖലയുടെ ആകെ വികസനത്തിന് 401 കോടി 24 ലക്ഷം രൂപ. മെഡിക്കൽ കോളേജുകളുടെ സമഗ്ര വികസനത്തിന് 217 കോടി. 5 പുതിയ നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കും. മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് 6 കോടി 67 ലക്ഷം രൂപയും ആർദ്രം പദ്ധതിക്ക് 28 കോടി 88 ലക്ഷം രൂപയും അനുവദിച്ചു. കനിവ് പദ്ധതിക്ക് 80 കോടി. മെഡിക്കൽ കോളേജുകളിലെ മാലിന്യ സംസ്കരണത്തിന് 13 കോടി രൂപ. പുതിയ ഡയാലിസിസ് യൂണിറ്റുകൾക്ക് 9 കോടി 80 ലക്ഷം രൂപ. ക്യാൻസർ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങാൻ 14 കോടി രൂപയും മലബാർ ക്യാൻസർ സെന്ററിന് 28 കോടി രൂപയും കൊച്ചിൻ ക്യാൻസർ സെന്ററിന് 14.5 കോടി രൂപയും അനുവദിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ആരോഗ്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ്. ആരോഗ്യ സർവകലാശാലയ്ക്ക് 11.5 കോടി രൂപ വകയിരുത്തി. പാലക്കാട് മെഡിക്കൽ കോളേജിന് 50 കോടി, ഹോമിയോയ്ക്ക് 6 കോടി 83 ലക്ഷം രൂപ. ആരോഗ്യ മേഖലയിലെ ഇൻഫർമേഷൻ ടെക്നോളജിക്ക് 27 കോടി 60 ലക്ഷം രൂപ. ഡ്രഗ് കൺട്രോൾ വകുപ്പിന് 5 കോടി 52 ലക്ഷം രൂപ. 2547 കോടി രൂപയാണ് ഈ സർക്കാർ ഇതുവരെ ചെലവഴിച്ചതെന്നും മന്ത്രി അറിയിച്ചു. ശബരിമല വിമാനത്താവളത്തിന് 1 കോടി 85 ലക്ഷം രൂപയും സർക്കാർ അനുവദിച്ചു. വിനോദസഞ്ചാര മേഖലയ്ക്ക് 351 കോടി 42 ലക്ഷം രൂപയാണ് ധനമന്ത്രി സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചത്. പൈതൃക സംരക്ഷണ പദ്ധതിക്ക് 24 കോടി, ശബരിമല മാസ്റ്റർ പ്ലാനിന് 27 കോടി 60 ലക്ഷം രൂപ, പ്രാദേശിക വികസന പരിപാടികൾക്ക് 252 കോടി, മറൈൻ ഡ്രൈവിൽ അന്താരാഷ്ട്ര വാണിജ്യ സമുച്ചയം നിർമ്മിക്കാൻ 2150 കോടി രൂപ വകയിരുത്തി. സംസ്ഥാന ബജറ്റിൽ വനം വകുപ്പിന് 232 കോടി 59 ലക്ഷം രൂപ അനുവദിച്ചു. മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കുന്നതിന് 48 കോടി 85 ലക്ഷം രൂപ. ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ചന്ദനം സംരക്ഷിക്കുന്നതിനും പ്രത്യേക പദ്ധതി. പാരിസ്ഥിതിക പുനരുദ്ധാരണ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിനായി 50 കോടി 30 ലക്ഷം രൂപ. ജൈവ വൈവിധ്യ സമ്പത്തിന്റെ സംരക്ഷണത്തിനായി 5 കോടി 97 ലക്ഷം രൂപ. തൃശൂർ സുവോളജിക്കൽ പാർക്കിന് 6 കോടി രൂപ. നാടുകാണിയിൽ സഫാരി പാർക്കിന് 2 കോടി. കോഴിക്കോട് പെരുവണ്ണാമൊഴി മുതുകാടുള്ള 120 ഹെക്ടറിൽ ടൈഗർ സഫാരി പാർക്ക് ആരംഭിക്കും. ഇക്കോ ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനായി കേരള ഫോറസ്റ്റ് ഇക്കോ ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി രൂപീകരിക്കും. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ
ബജറ്റിൽ പറഞ്ഞു. പങ്കാളിത്ത പെൻഷന് പകരം പുതിയ പദ്ധതി ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കുമെന്നും ഇതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂട്ടില്ല, സമയബന്ധിതമാക്കാൻ കേന്ദ്രം അനുവദിക്കുന്നില്ല എന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തുകയും ചെയ്തു. അടുത്ത സാമ്പത്തിക വർഷം പെൻഷൻ സമയബന്ധിതമാക്കാൻ നടപടിയെടുക്കുമെന്നും സർക്കാർ ജീവനക്കാർക്ക് പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ജലസേചന പദ്ധതികൾക്ക് ഊന്നൽ നൽകി സംസ്ഥാന ബജറ്റിൽ ചില പ്രഖ്യാപനങ്ങൾ നടന്നു. അതായത് വൻകിട ചെറുകിട ജലസേചന പദ്ധതികൾക്ക് 35 കോടി രൂപ പ്രഖ്യാപിച്ചു. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിക്ക് 10 കോടി രൂപ, ഇടമലയാർ പദ്ധതിക്കുള്ള സഹായം 35 കോടി രൂപയായി ഉയർത്തി. KSEB ഡാമുകളുടെ അറ്റകുറ്റപ്പണിക്ക് 10 കോടി രൂപയും പ്രഖ്യാപിച്ചു. ഇടുക്കി ഡാം ടൂറിസം പദ്ധതിക്ക് ആദ്യഘട്ടമായി 5 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. പുതിയ ജലവൈദ്യുത പദ്ധതിയുടെ സാധ്യതാ പഠനത്തിന് 15 കോടി രൂപ. KSEBക്ക് പ്രളയ പ്രതിരോധത്തിന് 18 കോടി 18 ലക്ഷം രൂപ. അനേർട്ടിന് 9 കോടി 20 ലക്ഷം. റബ്ബറിൻ്റെ താങ്ങുവിലയിൽ 10 രൂപ കൂട്ടി. അതായത് റബ്ബറിൻ്റെ താങ്ങുവില 170 നിന്നും 180 രൂപയായി വർദ്ധിപ്പിച്ചു. കോട്ടയത്ത് 250 കോടി രൂപ ചെലവിൽ റബ്ബർ വ്യവസായ സമുച്ചയം സ്ഥാപിക്കും. കാർഷിക സർവകലാശാലയ്ക്കായി 75 കോടി രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. ക്ഷീരവികസനത്തിന് 150 കോടി 25 ലക്ഷം രൂപ. മൃഗപരിപാലനത്തിന് 535 കോടി 90 ലക്ഷം രൂപ. വിഷരഹിത പച്ചക്കറിക്ക് 78 കോടി രൂപയും സുഗന്ധവ്യഞ്ജന കൃഷിക്ക് 4 കോടി 60 ലക്ഷം രൂപയും വകയിരുത്തി. ഉൾനാടൻ മത്സ്യബന്ധനത്തിന് 80 കോടി രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്.